മഴ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളു, അപ്പോഴേക്ക് തന്നെ പണിയില്ലാണ്ടായി. ഇനി എന്തേ പറയുന്നത്? മഴയാണെന്ന് ഞാറുമ്പോ കളക്ടർ അറിയോ റെഡ് അലർട്ട്. അന്നപ്പോ കോറിയും കാര്യം ഒന്നുമില്ല, ഒക്കെ അവിടെ നിൽക്കും, പണിയില്ല. ഏതായാലും ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ, നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയാലോ? അതിങ്ങി പറഞ്ഞ ശരിയാ. ഇന്ന് ചാടിച്ചക്ക് ഏട്ടയിലൊന്ന് പോവാ നമ്മള്. അർമാനൊന്ന് വിളിച്ചു നോക്കാം, ഓൻ്റെ ഒരു ഉഷാറാ. എടുക്കാക്കില്ലേ ഓരോ അർമാനാടാളേ, ഞാന് പുരയിലാണ്. വാ അമ്മ വൈക്കി പോവാ. അങ്ങനെ പറയില്ല, വാ ഞങ്ങളാട്ടല്ല അടക്ക്. ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആട്ടോല അടക്ക്. ചങ്ങ ചങ്ങായി എനിക്ക് തേങ്ങാ പിണ്ണാക്കും പിടിച്ചിട്ട് വെള്ളം തലയിൽ കൂടി വെച്ചിട്ട് പോയാലേ വെള്ളാക്കി. അതാ ചങ്ങായി ഇരിക്കുന്ന ഇവിടെ. ചങ്ങായിമാര് പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയ വാ. നമ്മൾ പോവേ ഇങ്ങനെ ചടിച്ചിരിക്കല്ലേ, വാ. ഞാനല്ലടോ, നിങ്ങൾ പോയിക്കോളി. എന്താ ഒരു മൂടുമില്ല. ഞാൻ പറയല്ലോ, എന്താ എന്റെ പ്രശ്നം? ഇങ്ങനെ അല്ലല്ലോ, നീ ഇങ്ങോട്ട് വായി. ഇങ്ങോട്ട് ഇല്ലാണ്ട് ഒരു ഉഷാറില്ല. നിങ്ങൾക്കൊരു കാര്യമല്ലേ കേൾക്കണ്ടേ? ഞാൻ അങ്ങാടിയിൽ ഇറങ്ങാത്തേ എന്റെ കയ്യിൽ കാലിച്ചായ കുടിക്കാൻ വരെ പൈസ അല്ല. കപ്പൽ മറിഞ്ഞതിന് ശേഷം 10 ദിവസം മീൻ ഇറക്കിയിട്ട്. അല്ല ചങ്ങായി, കപ്പലിപ്പം മറിഞ്ഞിട്ട് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ മുന്നേ നല്ല കച്ചവടമുള്ള കടല്ലേ ആകാശോട്. സംഭവമൊക്കെ ശരിയാണ്, കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി വെച്ചാല് മോന്റെ സ്കൂൾ വണ്ടിക്ക് പൈസ വരെ കൊടുത്തില്ല. ഓന് സ്കൂൾ പോയില്ല. മാഷാണ് എങ്ങനെ മെസ്സേജ് ആക്കിയ നിങ്ങൾ പൈസ കൊടുക്കണം. ഇന്നാണെങ്കിൽ ചെറിയോന്റെ സ്കൂളിൽ മീറ്റിംഗാ. ആ പൈസ കൊടുക്കാണ്ട് എങ്ങനെ അങ്ങോട്ട് പോവുക? ഞാൻ ചെറിയോന്റെ വണ്ടി പൈസ നേരത്തില് നീ വേറെ നീ മാസം കൂട്ടാൻ പറഞ്ഞില്ല. ഞാൻ അയച്ചു കൊടുത്തു. നമ്പർ 94 47 85 38 24. ഇപ്പൊ എനിക്ക് സമാധാനമില്ലേ? ഇനി വാ നമ്മൾ പോവാ. ഇനി നമ്മൾ പോവാനാ. വാ ഇല്ലേ? ഞാനുണ്ട്. അർമാനെ, ഇപ്പം ഇവൻ എന്നെ സഹായിച്ചു ഇല്ലേ? നീ എത്ര സങ്കടപ്പെട്ടായിരുന്നത്? അതെന്താണെന്നറിയോ? കച്ചവടമുള്ള സമയത്ത് നീ കുറച്ച് ആർഭാടം കൂടുതലായിരുന്നു. അതൊക്കെ ഞങ്ങൾ സംസാരിക്കലുണ്ട്. ആ സമയത്ത് ഒരു 100 രൂപ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ഗതി ഇന്ന് വരില്ലേ? നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പൈസ അങ്ങോട്ട് കൈ കിട്ടുമ്പോ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് അതെടുത്ത് എന്ത് ചെയ്യാനാടോ? ഞാൻ അങ്ങനൊക്കെ തന്നെ ആയിപ്പോയി. കാര്യം അതൊക്കെ വിട്. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് പോവാം.